വണ്ടിമ്മേള്ള എച്ചില് കളയാനും നമ്മളെ മിറ്റത്തുള്ള പുല്ല് കരിയിച്ച് കളയാനായിട്ട് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഒരു ലിക്വിഡ് മാതിരി ഉണ്ടാക്കി നോക്കിയാലോ? വാ! ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ഇതേമാതിരി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു പാത്രം എടുക്കട്ടോ. നമ്മൾ അലുമിനിയം അതേമാതിരി സ്റ്റീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നുരുമ്പാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക. പിന്നെ നമ്മൾ അടുക്കളയിലെ താരമായ ഉപ്പിനെ നമുക്കൊരു 6 സ്പൂൺ 7 സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 സ്പൂണൊക്കെ ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 5 സ്പൂണൊക്കെ ഉപ്പാണ്, പൊടി ഉപ്പാണ് ഉപയോഗിക്കണേ. ഒരു 5 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 250 ഗ്രാം അല്ലെങ്കിൽ ഒരു 300 ഗ്രാം നിങ്ങളൊരു സുമാർ അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കരണ്ടി എടുക്കുക. ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൈബറിൻ്റെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമ്മൾ സ്റ്റീലിൻ്റെ ഒരു കരണ്ടി എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഉപ്പിൻ്റെ തരിയില്ലാതെ ഫുള്ള് ആ വെള്ളത്തിൽ ആ ഉപ്പ് ദയിച്ച് ദയിപ്പിച്ച് വരണം. അതായത് ഫുള്ളായിട്ട് കലങ്ങണം കേട്ടോ. ഫുള്ള് ഇളക്കി 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 തരില്ലാത്ത കോലത്തിൽ ഫുള്ള് കരിക്കണം. ഇപ്പം ഞാൻ അതവിടെ ഫുള്ള് ഇളക്കി ഒരു 90% ഉപ്പ് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർക്കുന്നത് നമ്മളെ വിനാഗിരി ആട്ടോ, സുറുക്ക. അതൊരു നമ്മളൊരു 300 ml വെള്ളമല്ല എടുത്തിട്ടുള്ളത്. ഒരു 200 ml ഒക്കെ നമുക്കൊരു വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 200 ml മതി. ഒരു 200 ml വിനാഗിരിയും കൂടി ചേർത്തിട്ട് അത് രണ്ടും കൂടി ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യുക. വിനാഗിരിയും ആ വെള്ളവും ആ ഉപ്പിൻ്റെ വെള്ളവും ആ വിനാഗിരിയും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേറെ സാധനം കൂടി ചേർക്കാനുണ്ട്. ഇത് രണ്ടും കൂടി നല്ലോണം ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. വേണ്ട, എല്ലാം രണ്ടും കൂടി നല്ലോണം മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഡിഷ് വാഷാണ്. അതായത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ്. ഓക്കെ. അത് നമുക്കൊരു 50 ml ആ ലെവലിൽ കുറച്ച് മതി. 50 ml ഞാനൊരു 50 ml ഇല്ല, ഒരു 50 ml അടുത്തൊക്കെയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യുക. നമ്മളിത് എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം ഇതിന് റിസൾട്ട് കൂടും കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നമ്മളെ ഉപ്പും വിനാഗിരിയും ഡിഷ് വാഷും വെള്ളവും എല്ലാം കൂടി ഈ 4 ഐറ്റംസും കൂടി നല്ലോണം മിക്സ് ആയിട്ട് ഒരു ചെറിയ ലിക്വിഡ് നമ്മൾ ഇതേമാതിരി ഒരു ബോട്ടിൽക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പ്രേൻ്റെ ബോട്ടിൽക്ക് ലിക്വിഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ വണ്ടിമ്മ കണ്ടില്ല, അത്യാവശ്യത്തിന് എച്ചിലുണ്ട്. ഇത് നമ്മൾ കുറേ കഴുകി നോക്കിയതാണ്, ഒന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ ലിക്വിഡ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ എച്ചിലുണ്ട് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് ഇതിന് വെക്കട്ടോ. നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ മറ്റേ ഉപ്പ് ഇതൊക്കെ അല്ലേ പെയിൻറ്റ് മങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇതേമാതിരി നമ്മൾ പാത്രമൊക്കെ കഴുകേണ്ട ഒരു റബ്ബ് എടുത്തിട്ട് നല്ലോണം ഉരച്ച് കൊടുക്കുക. ഓക്കെ. വേറെ വിഗൊന്നുമില്ല കേട്ടോ. ചിലർ വണ്ടിമ്മ വേറെ വിഗും, അല്ലെങ്കിൽ വണ്ടീൻ്റെ പെയിൻറ്റ് ഇളകി പോകും, വണ്ടിക്ക് കളറ് മങ്ങും. ആ വക പ്രശ്നമൊന്നുമില്ല. നമ്മളതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് ഇടുന്നത്. അപ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ നല്ലോണം റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കൊടുക്കുക. എവിടെയൊക്കെ എച്ചിലുണ്ട് അവിടെയൊക്കെ നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നമ്മളെ വണ്ടിയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എച്ചിൽ ഇളകി ഇളകി പോരുന്നത്. നമ്മളിത് സാധാരണ വെള്ളവും സോപ്പും ഒക്കെ ഇട്ട് ഉപയോഗിച്ച് നമ്മളിങ്ങനെ വരുത്തി കഴിഞ്ഞാൽ അത് പോരുന്നില്ല. നമ്മളിത് നോക്കിയതാണ് ഇതിന് മുന്നേ. ഇങ്ങനെ നമ്മൾ റബ്ബ് ചെയ്ത ഭാഗം ഒരു തുണി എടുത്തിട്ട് നല്ലോണം തുടച്ച് കൊടുത്താൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. നമ്മൾ എത്രത്തോളം എച്ചിലുണ്ട് നമ്മളെ വണ്ടിമ്മേൽ എന്നുള്ളത്. ഈ സൈഡ് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ എച്ചിൽ
അതേമാതിരി തന്നെ അവിടെ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ ഒരു സൈഡ് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ മൊത്തം ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഫുള്ള് എച്ചിലും പോയിട്ട് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള 1, 2, 3 സാധനം കൊണ്ട് തയ്യാറാക്കുക. ഇതേമാതിരി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ മുറ്റത്ത് പുല്ലിനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.